അപ്പോൾ റൗണ്ട് ഓഫ് 32 മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസും ബ്രസീലും ഒക്കെ കളിച്ചു. ഇനി സ്പെയിന് അതുപോലെ തന്നെ ഇംഗ്ലണ്ട് പോലത്തെ ടീമുകൾ വരാനുണ്ട്. ഇന്ന് രാത്രി ഇംഗ്ലണ്ടിൻ്റെ മത്സരമാണ്, അതും കോങ്കോക്കെതിരെ. കോങ്കോ നമുക്കറിയാം പോർച്ചുഗലിനെ വിറപ്പിച്ച് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഒരു ഗംഭീര വിജയത്തോടു കൂടിയൊക്കെ ഒരു പെട്ടെന്നുള്ളൊരു സർപ്രൈസ് എൻട്രി ആയിട്ടാണ് റൗണ്ട് ഓഫ് 32ലേക്ക് കോങ്കോ ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇംഗ്ലണ്ടിൻ്റെ ഇതുവരെയുള്ള ഒരു മത്സരങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ എന്താണ് അവർക്ക് കോങ്കോക്കെതിരെയുള്ള സാധ്യതകൾ, എങ്ങനെയായിരിക്കും ആ ഒരു ടീമിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുക? നമ്മൾ കോങ്കോനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മ വരിക ഫസ്റ്റ് മാച്ച് തന്നെയാണ്. നമ്മളെ പോർച്ചുഗലിൻ്റെ ഫസ്റ്റ് മാച്ച് വളരെ നല്ലൊരു ഡിഫെൻസീവ് ഡിസ്പ്ലേയിലൂടെ പോർച്ചുഗലിനെ അവർ ഹോൾഡ് ചെയ്താണ്, 1-1 ഹോൾഡ് ചെയ്താണ്. പിന്നെ അതേപോലെ ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം മത്സരം നോക്കുമ്പോഴും ഏതാണ്ട് കോങ്കോയി സിമിലറായി കളിക്കുന്ന കാനയുടെ ആയിട്ടും അതേപോലെ 0-0 ഡ്രോ ആയതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇംഗ്ലണ്ടിന് ആ ഒരു കോങ്കോയുടെ ആ ഒരു ഡിഫെൻസീവ് സെറ്റപ്പ് പൊളിക്കാൻ എങ്ങനെയാണോ ആ ഒരു ഡിഫെൻസീവ് സെറ്റപ്പ് പൊളിക്കാൻ പറ്റുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്നത്തെ റിസൾട്ട് വരിക. അപ്പോൾ നമുക്ക് ഈ എല്ലാ മത്സരങ്ങളിലും ഹാരി കെയ്ൻ ഗോളടിക്കുന്നു, ഹാരി കെയ്ൻ ഗോളടിക്കാത്ത മത്സരത്തിൽ ആരും ഗോളടിക്കുന്നില്ല. ഇപ്പോൾ ഇംഗ്ലണ്ടിനെ ചുറ്റിപ്പറ്റി അങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുന്നത്, ഹാരി കെയ്ൻ എന്നുള്ള ഒരു ഒറ്റ പ്ലെയറിലേക്ക് സെൻറ്ററായിട്ട് വരുന്നു ഇംഗ്ലണ്ട്, വിങ്ങേഴ്സ് പ്രൊഡക്റ്റീവ് ആവുന്നില്ല, മിഡ്ഫീൽഡിൽ ഒരു ജൂഡ് ബെല്ലിംഗ്ഹാം ഒഴികെ മറ്റുള്ളവരൊന്നും കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നൊരു ചീത്തപ്പേര് കേൾക്കുന്നുണ്ട്. അപ്പം അതിലെത്രത്തോളം ഒരു വാസ്തവമുണ്ട്? എന്താണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു മൊത്തത്തിലൊരു അറ്റാക്കിങ്ങിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഹാരി കെയ്നെ മാറ്റി നിർത്തിയുള്ള വിങ്ങേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റിൽ കളിക്കേണ്ട റഷ്ഫോർഡ് ആയാലും ഗോർഡൻ ആയാലും റൈറ്റിൽ കളിക്കേണ്ട സാക്ക ആയാലും മഡോക്ക ആയാലും അവരാരും ഒരു നാച്ചുറൽ, അതിൽ റഷ്ഫോർഡിനെ മാറ്റി നിർത്തിയാൽ ആരും ഒരു നാച്ചുറൽ ഗോൾ സ്കോറേഴ്സ് അല്ല എന്നുള്ള. ഇപ്പോൾ നമ്മൾ ബ്രസീലിലെ വിനീനെയോ അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ പോർച്ചുഗലിൽ തന്നെ നമ്മൾ രണ്ടാമത് ഇറങ്ങിയ റഫേലിയോ അവരൊക്കെ പോലെ ഇൻസൈഡ് കട്ട് ചെയ്ത് ഗോളടിക്കുന്ന അവരങ്ങനത്തെ ഒരു നാച്ചുറൽ ഗോൾ സ്കോറേഴ്സ് അല്ല എന്നുള്ളൊരു ചെറിയ പോരായ്മ. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ഒരു എക്സ് ഫാക്ടർ എനിക്ക് തോന്നുന്നത് ബെല്ലിംഗാം തന്നെയായിരിക്കും. കാരണം ബെല്ലിംഗാം ഒരേ സമയം മധ്യനിരയിൽ വളരെ ഹാർഡ് വർക്കിങ് കളിക്കാനും നിർണായക സമയത്ത് ഗോളടിക്കാനുള്ള ബെല്ലിംഗാമിൻ്റെ മികവ് നമ്മൾ കണ്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഹാരി കെയ്ൻ കഴിഞ്ഞാൽ വിങ്ങേഴ്സിനേക്കാൾ ഉപരി ഇംഗ്ലണ്ട് ഒരു ഗോൾ പ്രതീക്ഷിക്കുന്നത് ബെല്ലിംഗാമിൽ നിന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഇംഗ്ലണ്ടിൻ്റെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 3 പ്ലേയേഴ്സും 100 മില്യൺ ക്രോസ് ചെയ്തു. അതായത് ബെല്ലിംഗ്ഹാം ഓൾറെഡി 100 മില്യൺ പ്ലെയറാണ്. ഡെക്ലൻ റൈസ് ആണെങ്കിൽ തന്നെ ആർസണലിലെ ട്രാൻസ്ഫറിൽ 100 മില്യൺ അടിച്ച പ്ലെയറാണ്. മൂന്നാമത്തെ താരം നിലവിൽ സിറ്റിയിലേക്ക് പോകുമ്പോൾ എലിയോട്ട് ആൻഡേഴ്സൺ, ആളും 100 മില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 താരങ്ങളുള്ള ഒരു മിഡ്ഫീൽഡ്, അതായത് നമ്മൾ പറഞ്ഞ ഒരു 100 മില്യൺ എന്നുള്ളത് ഒരു വലിയ മാർജിൻ തന്നെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ. അപ്പം എന്തായിരിക്കും ഈ ഒരു മിഡ്ഫീൽഡിൻ്റെ റോൾ ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ? ഈ ഒരു DR കോങ്കോ എന്നുള്ള കളിയിലോട്ട് വരുമ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യം അവരുടെ ഒരു ഡിഫെൻസീവ് ബ്ലോക്കാണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു വേൾഡ് കപ്പിൽ എല്ലാം ഡിഫെൻസീവ്, ഒരു ലോ ബ്ലോക്ക് കളിക്കുന്ന എല്ലാ ടീമുകളും നന്നായി പെർഫോം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവർ മോസ്റ്റ് പ്രോബബ്ലി ഇവരുടെ ഒരു ഡിഫെൻസീവ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 5-3-2 അല്ലെങ്കിൽ 5-4-1 ഈ ഒരു രീതിയിലായിരിക്കും ഇവരുടെ ഒരു കളി വരിക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ മാച്ചിലും ഞാൻ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ മിഡ്ഫീൽഡ് എങ്ങനെയാണോ ഇവരുടെ ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷറിനെ ബൈപ്പാസ് ചെയ്യുക, അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ കളികൾ വരിക. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കഴിഞ്ഞ എല്ലാ കളികളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളി നടക്കുന്നുണ്ട്, പക്ഷേ ആ ബൈപ്പാസിങ് എത്രത്തോളം സ്പീഡിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മേ ബി ഒരു മൂമെൻറ്റിൽ പതുക്കെ ബോൾ സർക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബൈപ്പാസിങ് നടക്കുന്നുണ്ടാവാം. പക്ഷേ എത്ര ഫാസ്റ്റായിട്ട് അവർക്ക് ട്രാൻസിഷനലി ആ ബൈപ്പാസ് നടത്താൻ വയ്ക്കോ അതിനനുസരിച്ചിരിക്കും ഈ ബെല്ലിംഗം ആയിക്കോട്ടെ, ഡെക്ലൻ റൈസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എലിയട്ട് ആൻഡേഴ്സൺ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഡെക്ലൻ റൈസിനെ ഞാൻ ഒന്നും കൂടി എക്സ്പെക്റ്റ് ചെയ്യുന്നത് മോർ ദാൻ ആ ഒരു അറ്റാക്കിങ്ങിനെക്കാട്ടിലും ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡിൽ എത്രത്തോളം ആ ഒരു ഡിഫെൻസിനെ ഹോൾഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഗെയിമിനെ ടെമ്പോ കൺട്രോളിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഡെക്ലൻ റൈസിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ദ പ്രൈമറി ഡ്യൂട്ടി വുഡ് ബി ഒരു ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമാണ് DR കോങ്കോ. നമുക്കറിയാം അവർ പോർച്ചുഗലിനെതിരെ എങ്ങനെ കളിച്ചത് നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷർ അതെങ്ങനെ മറികടക്കും എന്നുള്ളത് അത് ഈ ഒരു മിഡ്ഫീൽഡിനെ ഇരിക്കും അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അറ്റാക്കിനെ പറ്റി പറഞ്ഞു, മിഡ്ഫീൽഡിനെ പറ്റി പറഞ്ഞു, ഡിഫൻസിനെ പറ്റി കൂടി ചർച്ച ചെയ്യേണ്ടതിന്. അതിന് പ്രധാന കാരണം ഇപ്പം ടുഷേൽ ടീം അനൗൺസ് ചെയ്തപ്പം ഒരുപാട് വിമർശനം കേട്ടത് പല പ്ലേയേഴ്സിനെയും, പല സ്റ്റാർ പ്ലേയേഴ്സിനെയും, കീ പ്ലേയേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരുപാട് ആളുകളെ പുറത്തിരുത്തിയിട്ടുണ്ട്. അതിലൊരു പേരായിരുന്നു ട്രെൻഡ് അലക്സാണ്ടർ-ആർണോൾഡ് എന്നുള്ളത്. കാരണം നമുക്കറിയാം റൈറ്റ് ബാക്കാണ് ആൾ, റയൽ മാഡ്രിഡിൻ്റെ താരമാണ്. അപ്പം എല്ലാം കൊണ്ടും ഒരു ടീമിലേക്ക് കയറാനുള്ള പ്രൊഫൈലുള്ള താരത്തെ ആൾ മാറ്റിയിരുത്തുന്നു. അതിനൊരു വ്യക്തമായ കാരണമോ ഒന്നും പറഞ്ഞിട്ടില്ല, ഉള്ള താരങ്ങളിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ റൈറ്റ് ബാക്ക് ഓപ്ഷൻസ് ആയിട്ടുള്ള 2 പേരും പരിക്കേറ്റ് പുറത്താണ്. ലിവർമെൻ്റ് ഓൾറെഡി റൂൾഡ് ഔട്ടായി പുറത്താവുന്നു. റീസ് ജെയിംസ് താൽക്കാലിക പരിക്കാണ്, അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആവില്ല എന്നുള്ളതാണ്. പകരം കൊണ്ടുവന്നതാകട്ടെ ഒരു സെൻറ്റർ ബാക്കിനെയാണ്, അവർ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഒരു സെൻറ്റർ ബാക്കിനെയാണ്.
അപ്പം നിലവിലൊരു റൈറ്റ് ബാക്ക് എന്നുള്ളൊരു സ്ട്രക്ചറിൽ ഇപ്പം എന്താണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രതീക്ഷ? ആരിലായിരിക്കും ആ ഒരു റോൾ ഏറ്റെടുക്കാനുള്ള സാധ്യത? നമ്മളിപ്പോൾ ട്രിഷലിനെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യമാണ്, പുള്ളി വളരെ സ്റ്റബാണായിട്ടുള്ളൊരു മാനേജറാണ്. അപ്പം ഏതൊരു സക്സസ്ഫുൾ മാനേജേഴ്സിനും അതിൻ്റെ കൂടെ വരുന്ന ഒരു ഈഗോ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പം മെഗ്വയർ ആയാലും ലൂക്ക് ഷോ ആയാലും ട്രെൻഡ് ആയാലും ഈ 3 സീനിയർ പ്ലേയേഴ്സ്, കാരണം ഈ 3 പേരും ക്ലബ്ബിൽ ഒരുപാട് കളിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സാണ്. പക്ഷേ പുള്ളിയുടെ ഒരു സ്റ്റാർട്ടിങ് തൊട്ടേ ഈ 3 പേരെയും ടീമിലെടുത്തത് വളരെ വിരളമായിട്ടാണ്. അപ്പം പുള്ളിയുടെ വേറൊരു സെറ്റപ്പിൽ തന്നെയാണ്. പക്ഷേ ഈ റൈറ്റ് ബാക്ക് പൊസിഷനിലെ മെയിൻ പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളി ടീമിലെടുത്ത 2 റൈറ്റ് ബാക്കുകളും നമ്മൾ വളരെ ഇഞ്ചറി പ്രോൺ ആയിട്ടുള്ള പ്ലേയേഴ്സായിരുന്നു. അപ്പം റീസ് ജെയിംസ് നമ്മൾ ഒരുപാട് ചെൽസി കണ്ടാണ്, നമ്മളൊരു 4 കളി കളിച്ചാൽ പിന്നെ ഒരു 2 മാസം പരിക്ക് എന്നുള്ളൊരു ആ ഒരു റേഷ്യോയിലാണ് പുള്ളിയുടെ കരിയർ അൺഫോർച്ചുനേറ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ലിവർമെൻ്റോ ആണെങ്കിലും ഈ സീസൺ മൊത്തം ഇഞ്ചറി പ്രോബ്ലം ഫേസ് ചെയ്തതാണ്. അപ്പോൾ 2 റൈറ്റ് ബാക്കുകളും ഇതുപോലെ എടുത്തതിലൊരു റിസ്ക് അത് ബാക്ക് ഫയർ ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാൽ പോലും നമുക്ക് ലിവർമെൻ്റോ പോയപ്പം പുള്ളിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു ഒരു പകരം. അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ട്രെൻഡിനെ തിരിച്ചു വിളിക്കുന്നുള്ള രീതിയിലാണ്. പക്ഷേ അവിടെയും പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. പുള്ളി ഒരു നാച്ചുറൽ റൈറ്റ് ബാക്ക് അല്ലാതെ ഒരു സെൻറ്റർ ബാക്ക്. അതിന് പുള്ളി പറഞ്ഞ റീസൺ, പുള്ളിക്ക് വേണമെങ്കിൽ സ്പെൻസിനെയും ക്വാൻസിനെയും റൈറ്റ് ബാക്ക് കളിപ്പിക്കാം. അപ്പോൾ അവർ പോകുമ്പം ആ സെൻറ്റർ ബാക്ക് പൊസിഷനാണ് കവർ ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ്. പക്ഷേ ക്വാൻസ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പം നമുക്ക് റൈറ്റ് ബാക്കിൽ നിന്ന് ഒട്ടും ഒരു അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ വന്നിട്ടില്ല. അപ്പം ഈ ഒരു ഡിസിഷൻ ഒരു പക്ഷേ ഈ മൊത്തം ടൂർണമെൻറ്റിൽ നന്നായി ബാക്ക് ഫയർ ചെയ്തെന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ വിങ്ങേഴ്സിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു സൈഡിലുള്ളത് റാഷ്ഫോർഡും ആൻ്റണി ഗോർഡനുമാണ്, മറുപുറത്ത് അത് മഡ്വയ്ക്കയും സാക്കയുമാണ്. ഒരു റൈറ്റ് ചോയ്സ്, ഇതിൽ ഒരു നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് 2 പ്ലേയേഴ്സ് റൈറ്റിലും ലെഫ്റ്റിലും ആരായിരിക്കും? ഈ ഒരു നിലവിലൊരു ഇംഗ്ലണ്ടിൻ്റെ സെറ്റപ്പിന് ഏറ്റവും നന്നായി കളിക്കാൻ സാധ്യതയുള്ള പ്ലേയേഴ്സ് ആരായിരിക്കും? എനിക്ക് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് വിങ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റാഷ്ഫോർഡ് എന്നുള്ളൊരു പ്ലെയറിനെ എപ്പോഴും നമുക്ക് കണ്ടെടുത്തോളം ആളെ സ്റ്റാർട്ടിംഗ് ലെവലിൽ പ്രിഫർ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂഷനായി വരുമ്പോൾ റാഷ്ഫോർഡ് ഒന്നുകൂടെ പെർഫോം ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. ക്രൊയേഷ്യക്കെതിരെ ആ ഒരു ഗോള് ആൾ സബ്ബായിട്ട് വന്നിട്ടാണ് അത് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ആൻ്റണി ഗോർഡൻ എന്ന് പറയുന്ന പ്ലെയർ നമുക്കറിയാം, റാഷ്ഫോർഡ് ഒന്നും കൂടി പേസി പ്ലെയറാണ്. പക്ഷേ ആൻ്റണി ഗോർഡൻ എനിക്ക് തോന്നുന്നു ആ ഒരു വിങ്ങിൽ ഒന്നും കൂടെ ഒരു 1v1 സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പ്ലെയറിനെ ഡ്രിബിൾ ചെയ്തിട്ട് മറികടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആൻ്റണി ഗോർഡൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് വിങ്ങിൽ ഒരു റൈറ്റ് ചോയ്സ് ഫോർ റൈറ്റ് നൗ ആൻ്റണി ഗോർഡൻ ആണെന്നുള്ളതാണ്. ഇനിയിപ്പോൾ റൈറ്റ് വിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് മാൻഡ്വേക്ക്. കാരണം സാക്കയുടെ കയ്യിൽ നിന്ന് നമ്മൾ പലപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു പെർഫോമൻസ് സാക്കയ്ക്ക് പലപ്പോഴും ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നില്ല. നാഷണൽ ടീമിൽ വരുമ്പോൾ ക്ലബിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നു മാൻഡ്വേക്കാണ് ഒന്നും കൂടി ആ ഒരു പൊസിഷന് റൈറ്റായിട്ട് ആപ്റ്റായിട്ടുള്ളൊരു പ്ലെയർ എന്നുള്ളത്. ആൻഡ് ഓൾസോ ഈ ഹാരി കെയ്ൻ എന്ന് പറയുന്ന പ്ലെയർ ഇപ്പം നമ്മൾ ഹാലൻഡിനൊന്നും പോലത്തെ ഒരു പ്ലെയർ അല്ല. ആളൊന്നും കൂടെ ഒരു ലിങ്ക് ചെയ്ത് കളിക്കാൻ തക്ക രീതിയിലുള്ള ഒരു കപ്പാസിറ്റിയുള്ള പ്ലെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഐ തിങ്ക് മാൻഡ്വേക്ക് വുഡ് ബി എ ബെറ്റർ ഓപ്ഷൻ ആ ഒരു സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഗോൾ സ്കോറിംഗ് വിങ്ങേഴ്സ് ഇല്ല എന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നൊരു കാര്യമാണ് ഇംഗ്ലണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു വേൾഡ് കപ്പ് നിരയിൽ. അപ്പോൾ നമ്മൾ ഈ കോൾ പാൽമറിൻ്റെ പോലത്തെ പ്ലെയേഴ്സിനൊക്കെ തുഷയിൽ പുറത്തിരുത്താൻ എടുത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം ബേസിക്കലി തെറ്റാണ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷയം. കാരണം അത്തരത്തിലൊരു താരം സ്ക്വാഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറേ കൂടി ഹാരി കെയ്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഹാരി കെയ്ന് പുറമെ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന താരങ്ങൾ ആയി മാറില്ലായിരുന്നു അവരൊക്കെ. പക്ഷേ ടുഷൽ അതിന് പറഞ്ഞ ഒരു ജസ്റ്റിഫിക്കേഷനും പുള്ളി ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. അത് പുള്ളിയുടെ ഫസ്റ്റ് ചോയ്സ് CM അല്ലെങ്കിൽ നമ്പർ 10 എന്ന് പറഞ്ഞാൽ ജൂഡ് ബെല്ലിംഗാമാണ്. അതിൻ്റെ ബാക്കപ്പായിട്ട് വരുന്നത് മോർഗൻ റോഡ്ജേഴ്സാണ്. നമ്മളിപ്പോൾ വിങ്ങറിൻ്റെ കാര്യം പറഞ്ഞപ്പം മോർഗൻ റോഡ്ജേഴ്സ് ഈ സീസൺ മൊത്തം ആസ്റ്റൺ വില്ലയിൽ ലെഫ്റ്റ് വിങ്ങറായിട്ടാണ് കളിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളി പക്ഷേ കുറച്ച് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള പ്ലെയറുമാണ്. അപ്പോൾ പക്ഷേ ബെല്ലിംഗാമിൻ്റെ ബാക്കപ്പായിട്ട് അപ്പോൾ ഒരു പൊസിഷനിൽ 2 പ്ലെയർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ പാമറിന് ഒരിക്കലും ഒരു അതാണ് ശരിക്കും മഡ്വക്കെ പാമർ നമ്മൾ പ്ലെയർ വൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും പാമറാണ് ബെറ്റർ പ്ലെയർ എന്ന് നമുക്ക് പറയാം. പക്ഷേ ആ ഒരു പൊസിഷൻ വൈസ് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് ഒരു പേസി വിങ്ങർ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ 80 മിനിറ്റിലൊക്കെ ഇറക്കുമ്പം ആ ഒരു എക്സ്ട്രാ പേസ് ഇഞ്ചെക്ട് ചെയ്ത് ഡിഫൻസിനെ ബീറ്റ് ചെയ്യാനുള്ള ആ ഒരു രീതിയിലാണ് പുള്ളി മഡ്വക്കനെ പാമറിൻ്റെ മുകളിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സാക്ക എന്നുള്ള പ്ലെയറിനെ നമ്മൾ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇംഗ്ലണ്ടിൻ്റെ ഒരു സ്റ്റാർ ബോയ്, അല്ലെങ്കിൽ ആർസനൽ സ്റ്റാർ ബോയ്, ആളുടെ ഒരു കരിയർ എത്ര കാലമായുള്ള ആളുടെ സ്റ്റാർ ബോയ് എന്നുള്ള ലേബലാണ് എപ്പോഴും ഉള്ളത്.
എന്നാൽ നമുക്ക് റീസെൻറ്റ് ടൈംസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത്രത്തോളം കോൺട്രിബ്യൂഷൻ ഉണ്ടോ എന്നുള്ളത് ഒരു ഭയങ്കര ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം ഈ ഒരു സ്ക്വാഡിൽ അല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടേക്കുള്ള ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡിൽ എന്തായിരിക്കും സാക്കയുടെ റോൾ? സാക്ക ഒരു സ്ഥിരം സ്റ്റാർട്ടർ എന്ന രീതിയിലേക്ക് പോവുക, അല്ലെങ്കിൽ ആളുടെ ഒരു നമ്മൾ പറഞ്ഞ ഒരു ഇംഗ്ലണ്ട് ഫ്ലെയർ ഉണ്ടല്ലോ, അത് മൊത്തത്തിലൊന്ന് തണുത്ത് വരുന്നുണ്ടോ? എന്താണ് സാക്കയെ പറ്റിയുള്ളൊരു അഭിപ്രായം? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ ഈ ആർസണലിൻ്റെ ഗെയിം സ്റ്റൈലുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയേണ്ടി വരും. കാരണം ആർസണലിൻ്റെ ഗെയിം സ്റ്റൈൽ നമുക്കറിയാം. മാത്രമല്ല ഇപ്പം ആർസണലിൽ സെറ്റ് പീസ് എടുക്കുന്നതും സാക്ക മാറി ഡെക്ലാൻ റൈസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ സാക്കൻ്റെ നമ്മൾ ഈ ഗോൾ ആൻഡ് അസിസ്റ്റ് കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരു എലൈറ്റ് ക്ലാസ് വിങ്ങർക്ക് പറ്റിയ ഒരു ഗോൾ അസിസ്റ്റ് നമ്മൾ കാണാറില്ല. പക്ഷേ എന്നാൽ പോലും സാക്ക എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു ഇംഗ്ലണ്ടിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ ബെല്ലിംഗാമും കെയിൻ്റെ കൂടെ തേർഡ് പൊസിഷനിൽ എല്ലാവരും പറയുന്നത് സാക്ക തന്നെയാണ്. കാരണം സാക്ക ഒരുപാട് ഈ വിങ്ങിൽ ഒരുപാട് ഡ്രിബിൾ ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക അവരുടെ രണ്ട് പ്ലെയേഴ്സിനെ വലിച്ചൊക്കെ കെയിനും ബെല്ലിംഗാമിനൊക്കെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ കെൽപ്പുള്ള ഒരു പ്ലെയറാണ്. ഒരുപക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ കോങ്കോ ലോ ബ്ലോക്ക് കളിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ മഡുവെക്കിനേക്കാൾ ഉപരി കുറച്ചും കൂടി ഒരു ബ്രെയിൻ ഉപയോഗിച്ച് കളിക്കാൻ സാക്കയായിരിക്കും ടുഷൽ പ്രിഫർ ചെയ്യാമെന്നായിരിക്കും. കാരണം മഡുവെക്കെ ഒക്കെ വളരെ ഡയറക്റ്റായിട്ട് കളിക്കുന്ന പ്ലെയറാണ്, പേസിൽ അങ്ങനെ. അപ്പോൾ സാക്ക അതിന് കുറച്ചും കൂടി ഒരു ബ്രെയിൻ ഉപയോഗിച്ച് കളിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു 2 ലൈൻ ഡിഫൻസൊക്കെ വരികയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് ഒരു ത്രൂ ബോൾ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു വൺ ടച്ച് കളി കളിക്കാനൊക്കെ കുറച്ചും കൂടി ആപ്റ്റ് ഒരു പക്ഷേ അതുകൊണ്ട് സാക്കനെ എടുക്കാനാണ് സാധ്യത ഇന്നത്തെ കളിയിൽ. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ കോങ്കോയുടെ മത്സരങ്ങൾ നമ്മൾ 3 കണ്ടു, ഇംഗ്ലണ്ടിൽ കണ്ടു. കോങ്കോ കുറേയൊക്കെ ഒരു ഡിഫൻസീവ് ഓറിയൻറ്റേഷൻ മാത്രം കീപ്പ് ചെയ്തു, ഗോളുകൾ കാര്യമായി കൺസീഡ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് കളിക്കുന്ന ഒരു രീതിയാണ്. ഇംഗ്ലണ്ട് മറുപുറത്ത് അറ്റാക്ക് ചെയ്യാം, സ്കോർ ചെയ്യാം മാക്സിമം. അതിൽ ഗാനക്കെതിരെ മാത്രം അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൂ. ഫസ്റ്റ് മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ 4 നേടുന്നു. പിന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരം പനാമക്കെതിരായിരുന്നു, അതിൽ 2 ഗോൾ അടിച്ച് ക്ലീൻ ഷോട്ട് ഒരു വിജയമുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു മത്സരത്തിലേക്ക് വരും? എന്താ ഒരു സ്കോർ ലൈൻ, ഒരു എക്സ്പെക്ടേഷൻ എന്താണ് ഒരു ഇംഗ്ലണ്ടിൻ്റെ ഒരു അപ്രോച്ചും കോങ്കോയുടെ അപ്രോച്ച് നമ്മൾ കണ്ടു, എന്തായിരിക്കും നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ട സ്കോർ? എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിൻ്റെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് വളരെ ക്രൂഷ്യലായിരിക്കും. കാരണം ആദ്യ ഒരു 15 മിനിറ്റ് എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട് ഒരു ഓൾ ഔട്ട് അറ്റാക്കിന് തന്നെ പോവുള്ളൂ. കാരണം അവർ സെറ്റിൽ ചെയ്യുന്നതിൻ്റെ മുമ്പേ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഗോൾ അങ്ങനെ അടിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ 2-3, കാരണം ഒരു ഗോൾ കൺസീഡ് ചെയ്തതിന് ശേഷം പിന്നെ അവർക്ക് ലോ ബ്ലോക്ക് കളിക്കുന്നതിന് പരിമിതികളുണ്ടല്ലോ. പക്ഷേ നമ്മൾ ആദ്യത്തെ ഒരു 20 മിനിറ്റൊക്കെ ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ചിലപ്പം ഒരു പക്ഷേ ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ മിഡ്ഫീൽഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ 3 പേരെ പറഞ്ഞ് 3ഉം 100+ പ്ലെയേഴ്സാണ്. പക്ഷേ ആ 3 പേരും ഒരു വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ അവരുടെ വർക്ക് റേറ്റ് ആണ്, അവരുടെ ഡ്യുവൽ പെർസെൻറ്റേജ്. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പോർച്ചുഗലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നപ്പോൾ അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി, ഈവൻ നമ്മളിപ്പോൾ ഫ്രാൻസിൻ്റെ കളി ഇന്നലെ കണ്ടു, ഒലീസി ഒക്കെ അവരൊക്കെ ശൂന്യതയിൽ നിന്ന്. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ മിഡ്ഫീൽഡേഴ്സ് അത്രയും ഒരു ക്രിയേറ്റീവ് പ്ലെയേഴ്സ് അല്ല, അവർ കൂടുതലും ഈ ഡ്യുവൽസ് വിൻ ചെയ്തും അങ്ങനെ ഏരിയലി ഡോമിനേറ്റ് ചെയ്തൊക്കെ കളിക്കുന്നതാണ്. അപ്പം ഈ കോങ്കോ ഫസ്റ്റ് മാച്ചൊക്കെ പോലെ വളരെ സ്റ്റേബിളായി ഡിഫൻസിൽ നിൽക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ആ ഒരു തുടക്കത്തിൽ തൊട്ടേ ഒരു തുടക്കത്തിൽ ഗോളടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്രസ്ട്രേറ്റഡ് ആവാനും, കോങ്കോ മിക്കവാറും അവരുടെ ഒരു ഗെയിം പ്ലാൻ അതായിരിക്കും, ഒരു കൗണ്ടർ അറ്റാക്ക്, 1-2 കൗണ്ടർ അറ്റാക്കിൽ ഇംഗ്ലണ്ടിനെ. കാരണം ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസ് നമുക്കറിയാം അത്ര ഇപ്പം നമ്മൾ ഒരു കമ്പാരിറ്റീവ്ലി അത്ര സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഡിഫൻസ് അല്ല. അപ്പം ഈ മാക്സിമം ഇംഗ്ലണ്ടിനെ കൊണ്ട് തന്നെ കളിപ്പിച്ച് ഒരു കൗണ്ടർ അറ്റാക്കിൽ സ്കോർ ചെയ്യാനായിരിക്കും കോങ്കോൻ്റെ ഗെയിം പ്ലാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 20 മിനിറ്റൊക്കെ ആയിരിക്കും വളരെ ക്രൂഷ്യൽ. ആദ്യത്തെ 20 മിനിറ്റിൽ ഫസ്റ്റ് ഗോൾ അടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അത് പറ്റിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ആ ഗെയിം നല്ല എന്താ പറയുക ഈവനായിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ കേസ് എപ്പം ഡിസ്കസ് ചെയ്യുമ്പോഴും ഇംഗ്ലണ്ട് നല്ലൊരു സ്ക്വാഡുമായിട്ട് വരുന്നു, നന്നായി പെർഫോം ചെയ്ത് തുടങ്ങുന്നു, പിന്നീട് ഒരു സമയം എത്തുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു മാച്ചോ അല്ലെങ്കിൽ ആ ഒരു ടൂർണമെൻറ്റ് നഷ്ടപ്പെടുന്നു, നിരാശരായി മടങ്ങിപ്പോകുന്നു. ഈ ഒരു സിസ്റ്റം നമ്മൾ കഴിഞ്ഞ കുറേ ടൂർണമെൻറ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. ഇത്തരമൊരു രീതിയായിരുന്നു ഈ വർഷത്തെ ജർമ്മനി എന്നുള്ളത്. കാരണം ഗ്രൂപ്പ് സ്റ്റേജിൽ നന്നായി പെർഫോം ചെയ്തു, നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് തന്നു. ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരത്തിൽ ഒന്ന് പാളിപ്പോയി, എങ്കിലും അതൊരു പ്രിക്വേഷൻ മെത്തേഡായിട്ട് അല്ലെങ്കിൽ അതൊരു പഠനമായിട്ട് ഉപയോഗപ്പെടുത്തുമെന്ന് കരുതി. പക്ഷേ തൊട്ടടുത്ത മത്സരത്തിൽ താരതമ്യേന ദുർബലരായ ഫുട്ബോൾ നമുക്കൊരു ദുർബലർ എന്ന് വിളിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ പരാഗ്വേയുടെ തോറ്റ് പുറത്താവുന്നു. എന്താണ് ബേസിക്കലി ഈ വർഷം ജർമ്മൻ ഫുട്ബോളിൽ പറ്റിയൊരു നമ്മളൊരു അബദ്ധം അല്ലെങ്കിൽ ഒരു പിഴവ് എന്ന് പറയില്ലേ, എന്തായിരുന്നു ബേസിക്കലി ഒരു ഫുട്ബോളിൽ പറ്റിയത്? അതായത് നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയല്ലോ, ആ സാധനം ജർമ്മനി ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ പാസ്റ്റിൽ നിന്ന് അവർ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്താണോ അവർക്ക് സക്സസ് ആവാൻ അവരൊരു മന്ത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുന്ന ഒരു ജർമ്മനിയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. ഇപ്പോൾ ഈ ഒരു 2014 വേൾഡ് കപ്പ് അടിച്ച സ്ക്വാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിൻസ്മാൻ്റെ ഒരു പ്രൊജക്റ്റിൽ 2004 ആ ഒരു ടൈമിലൊക്കെ പ്രൊജക്റ്റിൽ കൊണ്ടുവന്ന പ്ലേയേഴ്സാണ് ഈ 2014 പെർഫോം ചെയ്തിട്ട് ജർമ്മനിക്ക് അങ്ങനെ ഒരു വേൾഡ് കപ്പ് നേടിക്കൊടുത്തത്. അപ്പോൾ ഇപ്പോഴും ജർമ്മനി ആകെ വിശ്വസിക്കുന്നത്
വരുന്നത് അവരുടെ ഒരു ബൂസ്റ്റ് ചെയ്ത ഒരു അക്കാഡമി സിസ്റ്റത്തിൽ മാത്രമാണ്. പക്ഷേ ആ ഒരു അക്കാഡമി സിസ്റ്റത്തിൽ ഒരു മൾട്ടിപ്പിൾ പൊസിഷനിൽ കളിക്കാനുള്ള പ്ലെയേഴ്സിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ഒരു ഗെയിം വിന്നിങ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അതിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ക്വസ്റ്റ്യനബിൾ. ഇനി സെക്കൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വോൾട്ട്മാഡെ എന്നുള്ള സ്ട്രൈക്കർ ഉണ്ട്, കൈ ഹാവർട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡെനിസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഒരു ഫോൾസ് 9 ഇപ്പോൾ സ്പെയിനിലൊക്കെ നമ്മൾ ഇല്ല എന്ന് പറയുന്ന ഒരു സാധനം, ആ ഒരു ഫോൾസ് 9 കളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റാർ സ്ട്രൈക്കർ ഇപ്പോൾ നിലവിൽ ജർമ്മനിക്കില്ല. ഒരു കാലത്ത് ക്ലോസെ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഗോമസ് ഉള്ളതുപോലെ ഈ ക്ലിൻസ്മാനെ പോലത്തെ. തോമസ് മുള്ളർ ഒരു ഡയറക്റ്റ് സ്ട്രൈക്കർ അല്ല, ഒരു സെക്കൻഡ് സ്ട്രൈക്കറാണ്. പക്ഷെ എന്നാൽ പോലും അങ്ങനത്തെ ഒരു പ്ലേയേഴ്സ് ഇപ്പോൾ നിലവിൽ ജർമ്മനിക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഫാമേഴ്സ് ലീഗ് എന്നൊക്കെ പറയാറുണ്ട്, ഈ ലീഗ് 1 ആ ഒരു തരത്തിൽ ബുണ്ടസ് ലീഗ അത് ആയി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ബുണ്ടസ് ലീഗയിൽ ഒരു സ്ട്രേറ്റ് 11 സീസണ് ബയൺ മ്യൂണിക്ക് അവർ കപ്പടിക്കുന്നു. അവർക്ക് ലിറ്ററലി ഒരു കോമ്പറ്റീഷൻ ഇല്ല. അതായത് ഒരു കോമ്പറ്റീഷൻ വരുമ്പോഴേ ഒരു ഫുട്ബോൾ ബിൽഡ് ആവുള്ളൂ. എവറി ടൈം ദിസ് ഗെയിം ഷുഡ് ബി കോമ്പറ്റീറ്റീവ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളരാൻ പറ്റില്ല. അപ്പോൾ ഈ ബയൺ മ്യൂണിക്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അവരുടെ ഒബ്വിയസ്ലി കോമ്പറ്റീഷൻ കുറവാണ്. അങ്ങനെ അതിലെ സ്റ്റാർസ്, അതായത് കോമ്പറ്റീഷൻ ഇല്ലാത്തപ്പോൾ തന്നെ യങ് ടാലൻസ് മറ്റ് ലീഗുകളിലേക്ക് അത് അന്വേഷിച്ച് പോകുമ്പം അവിടെ അവർക്കൊരു സ്റ്റാറായിട്ട് വളരാൻ പറ്റുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ പണ്ട് ബയൺ മ്യൂണിക്കത്തെ പ്ലെയേഴ്സായിരുന്നു ഈ ഒരു ജർമ്മനി നാഷണൽ ടീമിൽ തിളങ്ങിയിട്ടുണ്ടായിരുന്നത്. ഷ്വീൻസ്റ്റിഗർ, ക്രൂസ്, നോയർ, ബോറ്റങ്, ഇങ്ങനത്തെ ഒരുപാട് താരങ്ങൾ. ഇപ്പോൾ ഈ ഒരു ഫ്രാൻസിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ PSG താരങ്ങളുടെ ഒരു നിരയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് അവിടെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ബയണിൻ്റെ ആ ഒരു കോറ് ജർമ്മനിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, വളരെ കുറച്ച് പ്ലെയേഴ്സ് മാത്രം. പിന്നെയൊക്കെ അതെ പിന്നെയൊക്കെ ഈ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ് ഇപ്പോൾ ജർമ്മനിയിലുള്ളത്. പിന്നെ ഇത് പറഞ്ഞതിന് എത്രത്തോളം ബാക്ക് ഫയർ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പെപ് ഗോർഡിയോള പ്രീമിയർ ലീഗിൽ വന്നപ്പോൾ തന്നെ പ്രീമിയർ ലീഗിൻ്റെ സ്ട്രക്ചർ മാറി എന്നുള്ളത് ഒരുപാട് പേര് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ബയൺ മ്യൂണിക്കിൽ പെപ് ഗോർഡിയോളയുടെ ആ ഒരു കോച്ചിങ് ആ ഒരു ടൈമിൽ ഉണ്ടായപ്പം സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആളതിൽ സക്സസ് ആയിരുന്നു. ഒന്നും കൂടെ ഒരു സർക്കുലേറ്റ് ചെയ്ത് പൊസഷൻ വെച്ചിട്ട് ഗെയിം കൺട്രോൾ ചെയ്ത് സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്യേണ്ട സമയത്ത് സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്ത് കളിക്കുന്നൊരു കോച്ചാണ് പെപ് ഗോർഡിയോള എന്ന് പറയുന്നത്. പക്ഷേ ജർമ്മൻ ഫുട്ബോൾ നേരെ തിരിച്ചായിരുന്നു. നമ്മളെപ്പോഴും ജർമ്മനിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ട്രാൻസിഷണൽ അറ്റാക്ക് അല്ലെങ്കിൽ ആ ഒരു റുത്ത്ലെസ്നെസ്, ആ ഒരു ഡയറക്റ്റ് ഫുട്ബോൾ, ഈ ഒരു സംഭവം നമ്മൾ ജർമ്മനിയുടെ അടുത്ത് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗോർഡിയോള ബയൺക്ക് വന്നതിന് ശേഷം മൊത്തത്തിൽ അതിൻ്റെ ഒരു ടോണ് ഷിഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. ആ ഒരു ടോൺ തന്നെയാണ് ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ എല്ലാ മാച്ചും എടുത്തു നോക്ക്. എന്തായിരുന്നു ഇന്നാൾ ഷാഫിക്ക് അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞ സംഭവം ഇതായിരുന്നു. ഇത് വെറുതെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് കളിക്കാന്നല്ലാതെ അൺടിൽ ഫുട്ബോൾ ഇസ് ഡയറക്ഷണൽ അല്ലെങ്കിൽ ഗോൾ നേടിയിട്ടില്ലെങ്കിൽ നമ്മൾ ജയിക്കുന്നില്ല. എത്ര പൊസിഷൻ ഉണ്ടോ, കളി ഭംഗിയുണ്ടോ, ഇതിലൊന്നും കാര്യമില്ല. ആ ഒരു സംഭവം നേടാൻ ജർമ്മനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ അവർ കീപ്പ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതായത് എത്ര ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രസീലിന് നമ്മൾ ജപ്പാനെതിരുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. സെക്കൻഡ് ഹാഫിൽ വന്ന ബ്രസീൽ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അവരുടെ ടാക്ടിക്സ് മാറി എന്നതിനേക്കാളൊക്കെ ഉപരി ആ പ്ലെയേഴ്സിൻ്റെ ഉള്ളിലൊരു ഫയർ ഉണ്ട്. നമുക്ക് ഡൗൺ ആയി നിൽക്കുകയാണ്, ഓക്കെ ഫൈൻ, ബട്ട് വിൽ കം ബാക്ക് എന്നുള്ള ആ ഒരു ഫയർ ഉണ്ട്. ആ ഒരു ഫയർ ജർമ്മനിക്ക് എവിടെയായിരുന്നു എന്നുള്ളത്, ഞാൻ ജർമ്മനീൻ്റെ എല്ലാ കളിയും ഞാൻ കണ്ട ആളാണ്. പക്ഷേ ആ ഒരു ഫയർ ജർമ്മനിക്ക് ഇല്ലായിരുന്നു. ഒരു പെനാൾട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാലും ഭയങ്കര ഫ്രെജൈൽ മൈൻഡായി പോകുന്ന ഒരു രീതിയിലാണ് നമ്മൾ ജർമ്മനിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ട്, അവരുടെ കയ്യിൽ ഇല്ലാത്തൊരു സംഭവം, ഫെസിലിറ്റീസും ഇല്ലാത്തൊരു സംഭവമൊന്നുമില്ല. ഏറ്റവും ലൈറ്റ് ലീഗായിട്ടുള്ള ഒരു ലീഗ് തന്നെയാണ് ബുണ്ടസ് ലീഗ, വൺ ഓഫ് ദ ടോപ്പ് ലീഗ്സ് ഇൻ യൂറോപ്പ്. ഇങ്ങനത്തെ ഒരു ലീഗും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ട്. പക്ഷേ അവരെന്താണെന്നുള്ളത് അവർ തന്നെ തിരിച്ചറിയേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വേൾഡ് കപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുണ്ട്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ നടക്കുന്ന ഒരു ഡിബേറ്റാണ്. കാരണം കോബി മൈനു എന്ന പ്ലെയറിനെ 3 മത്സരങ്ങൾ കളിപ്പിച്ചിട്ടും 1 മിനിറ്റ് പോലും, നമ്മൾ ചില സമയത്ത് കാണാറുണ്ട് ഈ 90 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് ആഡ് ഓൺ ടൈം വരുമ്പം പരിശീലകർ ഈ സമയം കിട്ടാത്ത താരങ്ങൾ ഇറക്കി വിടുന്നത്. അത്തരത്തിൽ പോലും കോബി മൈനു എന്നൊരു പ്ലെയറിനെ ഒരു തവണ പോലും ടുഷേൽ പരീക്ഷിച്ചിട്ടില്ല. എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? ഇനിയുള്ള മത്സരങ്ങളിൽ കോബി മൈനുവിനെ നമുക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ളതും കൂടിയാണ്. ഇനി ഈ ഒരു വേൾഡ് കപ്പിൽ ഇനി കോബി മൈനു ഇനിയൊരു വലിയ റോൾ എടുക്കുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നില്ല. ഈ കോബി മൈനുവിനെ പറ്റി പറയുമ്പം ഒരു 6 മാസം മുമ്പ് വരെ ഈ ടുഷലിൻ്റെ പ്ലാനിലേ ഇല്ലാത്തൊരു പ്ലെയറായിരുന്നു കോബി മൈനു. കാരണം ആമോറിമിൻ്റെ അണ്ടറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഇതേ അവസ്ഥയിൽ ബെഞ്ചിലിരുന്ന് കളിച്ച പ്ലെയറാണ്. പിന്നെ കാരിക്ക് വന്ന് ജനുവരി തൊട്ടാണ് മൈനു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതും. അതിനുശേഷം ആ ഒരു 4-5 മാസം വളരെ നല്ല പെർഫോമൻസ് ആയതുകൊണ്ടാണ് പുള്ളി ശരിക്കും ഈ ആൻഡേഴ്സൺ റൈസായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലെയറാണ്. നമ്മൾ കുറച്ചും കൂടി ഒരു ക്രിയേറ്റീവായ, ഇവരുടെ അത്ര ഒരു എന്താ പറയുക ഏരിയൽ ഡുവൽസിലോ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് റേറ്റിലോ മാത്രം അല്ല കോബി മൈനുവിൻ്റെ സ്ട്രെങ്ത്. കോബി മൈനു കുറച്ചും കൂടി
ക്രിയേറ്റീവായ ഒരു ഫ്ലെയർ ഉള്ള പ്ലെയറാണ്. പക്ഷേ കഴിഞ്ഞ കളിയിലൊക്കെ അത്ഭുതപ്പെട്ടു. കാരണം അവസാന 10 മിനിറ്റ് ഉള്ളപ്പോൾ പോലും ഈ ഡെക്ലാൻ റൈസ് സ്റ്റാർട്ട് ചെയ്യാഞ്ഞിട്ട് പോലും മൈനു അല്ല സ്റ്റാർട്ട് ചെയ്ത് അവിടെ ബെല്ലിംഗാമിനെ ഡീപ്പായി കളിപ്പിച്ച് മോർഗൻ റോജേഴ്സിനെയാണ് നമ്പർ 10 കളിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഇവർ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നപ്പോൾ പോലും നമ്മളെ ഹെൻഡേഴ്സണാണ് കളിക്കുന്നത് വന്നത്. അപ്പോൾ പിന്നെ ടുഷൽ മനസ്സിൽ ഉറപ്പിച്ച കാര്യം തന്നെയാണ് കോബി മൈനുവിനെ ഒരു പക്ക ബാക്കപ്പ് പ്ലെയർ എന്നതിലുപരി ഈ സ്ക്വാഡിലൊരു റോളില്ല എന്നുള്ളത് ടുഷൽ ഓൾറെഡി മൈൻഡിൽ ഉറപ്പിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി ഈ ഒരു നോക്കൗട്ടിൽ അത് ചേഞ്ച് ചെയ്യാൻ യാതൊരു സാധ്യത കാണും. കാരണം ആൻഡേഴ്സൺ ആയാലും റൈസ് ആയാലും നമുക്കറിയാം അവർ കോച്ചിന്റെ കുടുംബത്തിൽ കയറി 90 മിനിറ്റ് കളിക്കുന്ന പ്ലെയേഴ്സാണ് അവരങ്ങനെ. നമ്മൾ ചില പ്ലേയേഴ്സ് നമ്മൾ നോർമലി ക്ലബിലും 60-70 മിനിറ്റ്സ് കളിച്ച്, പക്ഷേ ഇവർ രണ്ടുപേരും ആ ഒരു 0 to 90 മിനിറ്റ്സ് ആ എനർജി ലെവൽ കീപ്പ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആയതുകൊണ്ട് അവർ തന്നെ 90 മിനിറ്റും കളിക്കാനാണ് സാധ്യത. അപ്പോൾ ഇനി ഒരു ക്രൂഷ്യൽ മാച്ചിൽ ഇതുവരെ കളിക്കാത്ത മൈനു കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പോൾ എബ്രച്ചിയസി എന്ന് പറയുന്ന പ്ലെയർ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ്സിൻ്റെ പ്ലേയിങ് ടൈം എന്തേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം DR കോങ്കോ ലോ ബ്ലോക്ക് കളിക്കുന്ന ഒരു ടീമാണെന്നുള്ളത്. പക്ഷേ എബ്രിച്ചിയസിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ പലപ്പോഴും ആ ഒരു പെനാൽറ്റി ബോക്സിൻ്റെ പുറത്തു നിന്നുള്ളൊക്കെ ഷോട്ടുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗെയിമിൽ എബ്രിച്ചിയസെ വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടും ഇംഗ്ലണ്ടിന് ഒരു അഡ്വാൻറ്റേജ് ആവില്ല ആ ഒരു പൊസിഷനിൽ. ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ ഒരു 75-80 മിനിറ്റ് ആയിട്ടും 0-0 നിൽക്കുകയാണ്. കാരണം നമ്മൾ ആർസണലിൻ്റെ ഇത് ശ്രദ്ധിച്ചാൽ ആർസണലിലും നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ടിങ് ആയിരുന്നെങ്കിലും പിന്നീട് ഓഡഗാർഡിന് വേണ്ടിയിട്ട് ബെഞ്ചായ പ്ലെയറാണ്. പക്ഷേ വളരെ ക്രൂഷ്യൽ മാച്ചിൽ ഇതേപോലെ പ്രത്യേകിച്ച് ലോ ബ്ലോക്ക് കളിക്കുന്ന ഇതിൽ വളരെ ക്രൂഷ്യൽ ഗോളുകൾ അടിച്ചിട്ടുണ്ട്. നമ്മളെ ടൈറ്റിൽ ഡിസൈഡേഴ്സായ ചില ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ആ ഒരു 80 മിനിറ്റ്സിന് ശേഷം ഒരു ഗോള് ആവശ്യമുള്ള സമയത്താണെങ്കിൽ ഒരു പക്ഷേ ഒരു മിഡ്ഫീൽഡർക്ക് പകരമോ ഒക്കെ കയറാൻ സാധ്യതയുള്ള പ്ലെയറാണ്. അല്ല ഈ പറഞ്ഞ ഒരു എക്സ് ഫാക്ടറായിട്ട് ഒരു ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെയുള്ള രീതിയിൽ വന്ന് അടിക്കാൻ കെൽപ്പുള്ളൊരു പ്ലെയറാണ്. നല്ലൊരു ഫിനിഷറാണ്. നമ്മൾ ആർസണലിന് ഓൾറെഡി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, എനിക്കൊന്ന് ക്രിസ്റ്റൽ പാലസിനെതിരെ അങ്ങനെ 2-3 വളരെ ക്രൂഷ്യൽ കളിയിൽ ഇതേപോലെ ടോട്ടനാമിനെതിരെ ഒക്കെ ഗോൾ അടിച്ച പ്ലെയറാണ്.